നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മത്സ്യ വ്യാപാരിയായി അഭിനയിച്ച് മോഷണം. പകൽ സമയങ്ങളിൽ ആഡംബര കാറുകളിൽ കറങ്ങും. രാത്രിയിൽ മത്സ്യമെടുക്കാനെന്ന വ്യാജേന മിനി ലോറിയിൽ യാത്ര നടത്തുകയും പാതയോരങ്ങളിലും പാർക്കിംഗ് ഗ്രൗണ്ടുകളിലും നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും പണം കവരുകയും ചെയ്യും. ഇത്തരത്തിലുള്ള രണ്ടുപേരെയാണ് കൊട്ടാരക്കര പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. പരിശോധിച്ചത് 500-ലധികം CCTV ദൃശ്യങ്ങൾ. MC റോഡിലും ദേശീയപാതയിലും വാഹനങ്ങളിൽ നിന്നും പണം കവരുന്ന സംഘം കൊട്ടാരക്കര പോലീസിന്റെ പിടിയിൽ. രാത്രിയിൽ പാതയോരങ്ങളിലും പാർക്കിംഗ് മൈതാനങ്ങളിലും നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും പണം കവരുന്ന സംഘമാണ് കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം കോരാണിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തോന്നയ്ക്കൽ മംഗലപുരം സമീർ മനസ്സിലിൽ ബിനു 46 വയസ്സ്, തോന്നയ്ക്കൽ രോഹിണിയിൽ അനീഷ് 29 വയസ്സ് എന്നിവരെയാണ് കൊട്ടാരക്കര പോലീസ് വലയിലാക്കിയത്. MC റോഡിലും ദേശീയപാതയിലും നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും അടുത്ത സമയങ്ങളിൽ പണം നഷ്ടപ്പെട്ടതായി പരാതികൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച കൊട്ടാരക്കര ചന്തമുക്കിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന മുട്ട ലോറിയിൽ നിന്നും 2.25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസ് നടത്തിയ തിരച്ചിലിലാണ് ഇരുവരും പിടിയിലാകുന്നത്. എഴുകോണിൽ പോത്തുവണ്ടിയിൽ നിന്നും 87,000 രൂപ കവർന്നതും ലോവർ കരിക്കത്ത് കൈതച്ചക്കയുമായി വന്ന ലോറിയിൽ നിന്നും 1/4 ലക്ഷം രൂപ കവർന്നതും പുലമണിൽ ഓട്ടോറിക്ഷയിൽ നിന്നും 18,000 രൂപ കവർന്നതും ഇതേ സംഘം തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം. ചാലക്കുടിയിലും തിരുവനന്തപുരത്തും സമാനമായി പണം കവർന്നിട്ടുണ്ടെന്നും കൂടുതൽ കേസുകളുണ്ടോ എന്ന് അന്വേഷണത്തിലാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊട്ടാരക്കര SHO ജയകൃഷ്ണൻ അറിയിച്ചു. മത്സ്യമൊത്ത വ്യാപാരി എന്ന പേരിൽ രാത്രിയിൽ മിനി ലോറിയിൽ സഞ്ചരിച്ചായിരുന്നു ഇവരുടെ മോഷണം. SI PK പ്രദീപ്, ASI ഹരിഹരൻ, SCPO സുനിൽകുമാർ, സാംസൺ, CPOമാരായ നഹാസ്, രാജേഷ്, സഖിൽ, ശ്രീരാജ്, കിരൺ, മനു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മത്സ്യവ്യാപാരിയായി അഭിനയിക്കുകയും ആഡംബര ജീവിതം നടത്തുകയും ചരക്കുവാഹനങ്ങളിൽ നിന്നും പണം മോഷ്ടിക്കുന്നതിൽ പ്രധാനിയുമായിരുന്നു ബിനു. ആഡംബര ജീവിതമായിരുന്നു ഇയാൾ നയിച്ചിരുന്നത്. മത്സ്യമൊത്ത വ്യാപാരിയാണെന്നാണ് ഇയാൾ നാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നാട്ടുകാർ വിശ്വസിക്കുന്നതിന് വേണ്ടി ഒരു ലോറിയും അനുബന്ധ ഉപകരണങ്ങളും ഇയാൾ വാങ്ങി. പരിസരവാസികൾക്ക് ചിലപ്പോൾ മത്സ്യം വാങ്ങി സൗജന്യമായും വിതരണം ചെയ്യാറുണ്ട്. പകൽ സമയങ്ങളിൽ ആഡംബര കാറിൽ കറങ്ങുന്ന ബിനു രാത്രിയിൽ മത്സ്യമെടുക്കാനെന്ന പേരിൽ മിനി ലോറിയിൽ നടത്തുന്ന യാത്രയിലാണ് മോഷണങ്ങൾ നടത്തുന്നത്. ആറ്റിങ്ങലിൽ നിന്നും ആരംഭിച്ച് തെക്കൻ ജില്ലകളിൽ ഉടനീളം സഞ്ചരിക്കുകയും നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും പണം കവരുകയും ചെയ്യും. 500ഓളം CCTV ദൃശ്യങ്ങൾ നിരീക്ഷിച്ചാണ് ബിനുവിന്റെ വാഹനം പോലീസ് കണ്ടെത്തിയത്. CCTV ദൃശ്യങ്ങളിലൊന്നും തന്നെ വാഹനത്തിന്റെ നമ്പർ പതിഞ്ഞിരുന്നില്ല. ഒടുവിൽ തിരുവനന്തപുരത്തുള്ള വർക്ക്ഷോപ്പിൽ നിന്നാണ് വാഹനത്തിന്റെ നമ്പർ ലഭിച്ചത്. ഇത് പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആദ്യം ഡ്രൈവർ അനീഷിനെയും പിന്നീട് സൂത്രധാരനായ ബിനുവിനെയും തിരിച്ചറിയുകയായിരുന്നു. കോരാണിയിൽ ആഡംബര വീട്ടിലാണ് ഇയാൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ട്രൂത്ത് വിഷൻ ന്യൂസ്, കൊട്ടാരക്കര.